പോയി ഒരാളെ ശരി. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം വരെ വന്നാലോ? ബാ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. നിങ്ങൾക്കിനി ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഇനി കപ്പിളായിട്ടോ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. ഇത് നോക്കൂ, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ആളുടെ കൂടെയാണ് വന്നിട്ടുള്ളത്. അവന്റെ കൂടെ നീ വന്നു, നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും പീസ്ഫുൾ ആവാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നത് വളരെ നല്ലതാണ്. ഞാനിങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ കൗണ്ടർ അടിക്കുന്നുണ്ട്, താഴെ ഇറങ്ങിക്കോ, ഫോണും നീയും കൂടെ താഴെ വീണു, എനിക്കെടുക്കാൻ വയ്യ എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ എങ്ങനെയുണ്ട് വ്യൂ കാണാനായിട്ട്? നമുക്കിങ്ങനെ ഫോണിൽ കൂടെ കാണുമ്പോൾ വലിയൊരു രസമായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിലും നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അവിടെ പോകാനായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. അങ്ങനെ അങ്ങോട്ടാണ് ഈ പാദരക്ഷകൾ കൊണ്ട് ഞാൻ നടന്നു നീങ്ങുന്നത്. കണ്ടില്ലേ, നോക്കൂ. ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാശി പിടിച്ചിട്ട് ഇവിടെ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ആളെയും കൊണ്ട് വന്നത്. നമ്മൾ അവിടെ നിന്ന് നോക്കിയതുപോലെ അല്ല, അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ഫോഴ്സ്ഫുള്ളാണ്. കാരണം കാല് ഒട്ടും നമ്മളുടെ കൺട്രോളിലല്ല, കാലെങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. അതിപ്പോൾ സ്ഥലങ്ങളായാലും മനുഷ്യരായാലും. അതുകൊണ്ട് ശ്രദ്ധിച്ചും കൊണ്ടൊക്കെ നടക്കുക. മഴയാണ്, വെള്ളം കൂടും കുറയും, ഒന്നും പറയാൻ പറ്റില്ല. കാവടിയാട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. ചെരുപ്പ് പോയി. ഞാൻ അത്ര ആറ്റുനൂറ്റ് മേടിച്ചൊരു ചെരുപ്പായിരുന്നു. എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും എൻ്റെ മുഖത്ത് ഈ ഒരു ചിരിയുണ്ടാവും. കണ്ടില്ലേ, എൻ്റെ ചെരുപ്പ് ഇതാ ഒഴുകി പോകുന്നത്. ഇങ്ങോട്ടാന്ന് പോലും അറിയില്ല. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അപ്പുറത്തൊരു ചേട്ടനും ഒരു ചെറിയൊരു കുട്ടീനെയും കണ്ടത്. എൻ്റെ കയ്യിലുള്ള മറ്റേ ചെരുപ്പ് എടുത്ത് കാണിച്ച് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അങ്ങോട്ടൊരു ചെരുപ്പ് ഒഴുകി വരുന്നുണ്ട്, കിട്ടുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അതെന്തായാലും ഇങ്ങോട്ട് വരില്ല, അത് ആ വഴിക്ക് അങ്ങോട്ട് ഒഴുകി പോവും. തലക്ക് കൈയും കൊടുത്ത് ചിരിച്ച് നിൽക്കുന്ന എന്നെ കണ്ടില്ല. കിട്ടിയ 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 നമുക്ക് കൈവിട്ട് പോയ സാധനം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ അതും കിട്ടി. ഞാൻ നടന്ന് നീങ്ങുന്നത് എങ്ങോട്ടാണെന്നറിയോ? കയ്യിലും കാലിലും ചെരുപ്പിലും മൊത്തത്തിൽ ചെളിയാണ്. അപ്പോഴാണ് കിട്ടുവിൻ്റെ അടുത്ത കൗണ്ടർ ഇനി ഇതും കൂടെ പോയി കഴിഞ്ഞാൽ ആരും എടുത്തരാനില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ഥലം. എല്ലാവരും വരിക, ഹാപ്പി ആവുക, വൈബടിക്കുക, എൻ്റെ പോലെ ചെരുപ്പ് കളയാതിരിക്കുക. നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞാണി പാടം. ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും.